പറഞ്ഞ് ഒടുവിൽ തുഷാർ വെള്ളാപ്പള്ളിയെ വെള്ളാപ്പള്ളി നടേശൻ തന്നെ തോൽപ്പിക്കുമോ? തുഷാർ വെള്ളാപ്പള്ളി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ തോൽക്കുമെന്ന അഭിപ്രായം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മത്സരിക്കണമെങ്കിൽ യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയണം. തോൽക്കുന്ന സീറ്റ് നൽകി ഷാനിമോൾ ഉസ്മാനെ കോൺഗ്രസ് നേതൃത്വം പറ്റിച്ചുവെന്നും വെള്ളാപ്പള്ളി പറയുന്നു. സ്ഥാനാർത്ഥി പട്ടികയിൽ ഈഴവരെ കോൺഗ്രസ് അവഗണിച്ചെന്നും വെള്ളാപ്പള്ളി പറയുമ്പോൾ പല സൂചനകളുമുണ്ട്. BJP സാധ്യത കാണുന്ന മണ്ഡലങ്ങളിലൊന്നായ തൃശൂരിൽ മത്സരിക്കാൻ തുഷാറിനുമേൽ BJP നേതാക്കളുടെ സമ്മർദ്ദം ഇപ്പോഴും തുടരുകയാണ്. അതുകൊണ്ട് തന്നെ തൃശൂർ മണ്ഡലത്തിനായി BJP അവകാശവാദം ഇതുവരെ ഉന്നയിച്ചിട്ടുമില്ല. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് അയച്ചിരിക്കുന്ന സാധ്യതാ പട്ടികയിൽ തൃശൂരിലെ ഒന്നാം പേരുകാരണം തുഷാർ വെള്ളാപ്പള്ളിയാണ്. എന്നാൽ മത്സരിക്കുന്ന കാര്യത്തിൽ തുഷാർ ഇതുവരെ സമ്മതം മൂളിയിട്ടില്ല. തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയായി തുഷാർ മത്സരിച്ചാൽ SNDP യോഗം പിന്തുണയ്ക്കുമോ? വെള്ളാപ്പള്ളി നടേശൻ നയം വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. തുഷാർ മത്സരിക്കുകയാണെങ്കിൽ SNDP ഭാരവാഹിത്വം രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് തുഷാർ അച്ചടക്കമുള്ള പ്രവർത്തകനാണെന്ന വിശ്വാസമെന്നാണ് മറുപടി. തുഷാർ NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ SNDP പിന്തുണ നൽകുമോ എന്ന ചോദ്യത്തിനും SNDPക്ക് എല്ലാവരോടും ശരി ദൂരമാണെന്ന ഒരു ഒഴുക്കൻ മട്ട്. ഇനി തുഷാർ മത്സരിച്ചാൽ നിലപാട് മാറ്റുമോ? ഇല്ല, ശരി ദൂരത്തിൽ തന്നെ പോകുമെന്ന് വെള്ളാപ്പള്ളി. തുഷാറിനെ ജയിപ്പിക്കണമെന്ന് പറയില്ല എന്നൊരു ധ്വനി ഉണ്ടോ എന്നായാൽ സംഘടനയുടേതായി പറയേണ്ട ബാധ്യതയില്ല. സംഘടനയ്ക്കകത്ത് എല്ലാവരുമുണ്ട്. സംഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് അവരവരുടെ രാഷ്ട്രീയ അഭിപ്രായം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനൊന്നും ഞങ്ങൾ ആരും എതിരല്ല. അത് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. തുഷാറിന് ജയസാധ്യതയുണ്ടോ എന്നതിൽ സംശയമുണ്ട്. എല്ലാവരും നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. എണ്ണിക്കഴിയുമ്പോൾ എല്ലാവരും അങ്ങനെ തോറ്റു, ഇങ്ങനെ ജയിച്ചു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും. ആര് ജയിക്കുമെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്കൊക്കെ അറിയാമെന്ന് പറയുന്നു. തുഷാറിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വെള്ളാപ്പള്ളിയുടെ മനസ്സിലിരിപ്പ് ഏതാണ്ട് വ്യക്തമായെങ്കിലും കൃത്യമായ ഒരു ഉത്തരം നേരിട്ട് പറയാൻ അദ്ദേഹം ഇപ്പോഴും തയ്യാറല്ല. പക്ഷേ മകന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വെള്ളാപ്പള്ളിക്ക് വലിയ താല്പര്യമില്ലെന്ന് ആ ശരീരഭാഷയിൽ നിന്നും വ്യക്തമാണ്. കാരണം കഴിഞ്ഞ കുറേ നാളായി വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വാക്കുകൾക്കും പ്രവർത്തിക്കും ഒരു ആർജവമുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഒരു വ്യത്യസ്ത രീതിയാണ് വെള്ളാപ്പള്ളി നിലകൊള്ളുന്നതെങ്കിൽ, ഒരു ഒഴുക്കൻ മട്ടിലാണ് കാര്യങ്ങളെ സമീപിക്കുന്നതെങ്കിൽ അവിടെ കൃത്യമായി കരുതണം. ആ ശരി ദൂരം തൃശ്ശൂരിൽ തുഷാറിനൊപ്പം ഉണ്ടാകില്ല. അങ്ങനെയെങ്കിൽ വെള്ളാപ്പള്ളി പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ സംശയിക്കുന്നത് പോലെ, മകനെ അച്ഛൻ തന്നെ ഗോദയിൽ തോൽപ്പിക്കുമോ? തുഷാറിനെ വെള്ളാപ്പള്ളി തന്നെ പരാജയപ്പെടുത്തുമോ? SNDPയുടെ സമുദായ വോട്ടുകൾ തൃശ്ശൂരിൽ നിർണായകമാകില്ലേ എന്ന ചോദ്യം ഇപ്പോഴും അങ്ങനെ തന്നെ അവശേഷിക്കുകയാണ്. ഏതായാലും BJP ഇപ്പോഴും തുഷാറിൽ തന്നെയാണ് പിടിമുറുക്കിയിരിക്കുന്നത്. അവസാന പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ തൃശ്ശൂരിൽ തുഷാർ തന്നെയായിരിക്കും, അവിടെ SNDP തന്നെയായിരിക്കും, വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരിക്കും മകനെ എന്ത് വില കൊടുത്തും വിജയിപ്പിക്കുക എന്ന് കരുതിയിരുന്നിടത്ത് അങ്ങനെയല്ല. സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു ചെറിയ താല്പര്യക്കുറവ് വെള്ളാപ്പള്ളി നടേശൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്തിനോടുള്ള വിശ്വാസക്കുറവാണ്? BJPയോടുള്ള വിശ്വാസക്കുറവാണോ? മകന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടുകളോടുള്ള പ്രതിഷേധമാണോ? അതോ അതിനോടൊപ്പം ചേർത്ത് പറയുമ്പോൾ സമുദായ വോട്ടുകൾ ഇത്തവണ ലഭിക്കില്ല എന്നുള്ള ആശയക്കുഴപ്പമാണോ? ഇതൊന്നും വ്യക്തമല്ല. ഏതായാലും ഇതിനൊക്കെ ഏപ്രിൽ 23 വരെ കാത്തിരിക്കണം. അത് കഴിഞ്ഞ് മെയ് 23-ന് പെട്ടി തുറക്കുമ്പോൾ മാത്രമായിരിക്കും തുഷാറാണോ ഞെട്ടുക, വെള്ളാപ്പള്ളിയാണോ ഞെട്ടുക എന്ന് അറിയാൻ സാധിക്കുക.